ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീജാസുരമെയ്തു കൊന്നു വേഗേന നടകൊണ്ടാനശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി. 4-5 ശരപ്പാട് നടന്നോരനന്തരം ബാലകൻ വിഭീഷദ്ദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതുമറിഞ്ഞീലല്ലോ പരമാർത്ഥമിക്കാലം ഇവനെയും വഞ്ചിക്കുന്നതീവരു രക്ഷോനായകൻ കൊണ്ടുപോയതുമായ സീത ലക്ഷ്മീദേവിയെയുണ്ടോ മറ്റാർക്കു ലഭിക്കുന്നു? അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതനെന്ന പോലെ. മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയിച്ചെല്ലാമല്ലോ രക്ഷോനായകനുടെ രാജ്യത്തേലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാടും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടു പോകാം അയോധ്യയ്ക്ക് വൈകാതെ. പിന്നെ അക്ഷയധർമ്മമോട് രാജ്യത്തെ വഴി പോലെ രക്ഷിച്ച് കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോദ്ഭവനിദ്ധം പ്രാർത്ഥിക്ക നിമിത്തമായി അർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും മായാമാനുഷനാകും എന്നുടെ ചരിതവും മായാ വൈഭവങ്ങളും കേൾക്കുകയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും ഭക്തൻ അപ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിച്ചു ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്നകതാരിൽ നിർണയിച്ചവരജനോടരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ, എന്തിനിങ്ങോട്ടു പോന്നു? ജാനകി തന്നെ ബലാൽ എന്തിനു പിടിഞ്ഞു നീ? രാക്ഷസരവളയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ? കണ്ടകജാതികൾക്കെന്തോന്നരുതാത്തതോർത്താൽ അഗ്രജവാക്യമേവം കേട്ട് ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി. ഗദ്ഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി. ഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം. ഹാ രാക്ഷസൻ എന്നെ നിഗ്രഹിച്ചിടും ഇപ്പോൾ. ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ടു മുഗ്ധഗാത്രിയും തവ നാദമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ട് വിലപിച്ചു സത്വരം ചെന്നു രക്ഷിക്കെന്നോടരുൾ ചെയ്തു. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും. രാക്ഷസനുടമായ ഭാഷിതമിത് നൂനം കാൽക്ഷണം പൊറുക്കെന്ന് ഞാൻ പല പിരിചൊന്നേൻ എന്നതു കേട്ട് ദേവി പിന്നെയും ഉര ചെയ്താൾ എന്നോട് പലതരം എന്നിവയെല്ലാം ഇപ്പോൾ നിന്തിരു മുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ. സന്താപത്തോട് ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി. നിന്തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ, എങ്കിലും പിഴച്ചത് പോന്നു സൗമിത്രീ നീ. ശങ്കയുണ്ടീടാമോ ദുർവചനങ്ങൾ കേട്ടാൽ? യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷനെത്രയുമെന്ന് നീ അറിയുന്നതില്ലേ? രക്ഷസാം പരീക്ഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞീല. ഇങ്ങനെ നിലച്ചുടജാന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാഞ്ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലപിച്ചാൻ നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. ഹാ വല്ലഭേ സീതേ, ഹാ മൈഥിലീനാഥേ, ഹാ ജാനകി ദേവി, ഹാ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പപ്യതനായി മറഞ്ഞിരിക്കയോ? ധന്യേ നീ വെളിച്ചത്ത് വന്നിടുമടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചു കാണാഞ്ഞ വിവശനായി. വനദേവതമാരെ നിങ്ങളുമുണ്ടു കണ്ടു? വനജ്യേഷ്ഠണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടു കണ്ടു? മൃഗലോചനയായ ജാനകീപുത്രി തന്നെ പക്ഷിസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടു കണ്ടു? പത്മനാക്ഷിയ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളുമെങ്ങാനുമുണ്ടു കണ്ടു? യുദ്ധമോരോന്നേ പറഞ്ഞത്രയും ദുഃഖം പോണ്ടു സത്വരം നീളത്തിരിഞ്ഞെങ്ങുമേ കണ്ടിയിലല്ലോ. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകൻ അചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡൻ ആനന്ദാത്മകൻ ജഗന്മകൻ
മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൽ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ പ്പിപ്പാനായി തത്വജ്ഞന്മാർക്ക് സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല അജ്ഞാനമില്ലായ്കയാൽ.